15 മാസങ്ങൾ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന ഗാസ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴിതാ വെടിനിർത്തൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയതായാണ് ഹമാസ് അറിയിക്കുന്നത്. ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൗ ടെലിഗ്രാം ആപ്പിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത്. ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വിദേശ നേതാവുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. ശനിയാഴ്ചത്തെ ബന്ദി കൈമാറ്റത്തിന് ശേഷമായിരുന്നു യുഎസിന്റെ പശ്ചിമേഷ്യയിലെ നേതാവ് സ്റ്റീവ് വിറ്റ്കോഫും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടത്താമെന്ന ധാരണയായത്. ഹമാസിന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി മധ്യസ്ഥരായ യുഎസും ഖത്തറും ഈജിപ്തും ചേർന്നാകും ചർച്ചകൾ നയിക്കുന്നതെന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരം. ജാനുവരി 19 നിലവിൽ വന്ന 42 ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തലാണ് ഗാസയിൽ ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അത് പ്രകാരം ഇതുവരെ 18 ബന്ദികളെ ഹമാസും 400 പാലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങൾക്കുള്ള പാർപ്പിടം, സഹായ വിതരണങ്ങൾ, ഗാസ പുനർനിർമ്മാണം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഹമാസ് ആശങ്കാകുലരാണ്. വെടിനിർത്തൽ കരാറിലെ മനുഷ്യത്വപരമായ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞുമാറുന്നതിനൊപ്പം തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വീടും സഹായവും അടിയന്തരമായി ലഭ്യമാക്കേണ്ട മാനുഷിക വിഷയങ്ങളാണെന്നും അതൊന്നും തന്നെ ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് സമ്മതിക്കില്ലെന്നുമാണ് ഹമാസ് വക്താവ് വ്യക്തമാക്കിയത്. 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ആകെ തകർന്നടിഞ്ഞിരിക്കുന്ന ഗാസയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ വലിയ രീതിയിലുള്ള പിന്തുണ ആവശ്യമാണ്. ഇപ്പോൾ തന്നെ പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരാണ് ഗാസയിലെ ജനങ്ങൾ. ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 2500ഓളം കുട്ടികളെ അടിയന്തരമായി രാജ്യത്തിന് പുറത്തെത്തിച്ച് അവർക്ക് ആവശ്യമായ ചികിത്സ നൽകേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരായി മരിച്ചു വീഴുകയോ ഗുരുതര രോഗങ്ങൾക്ക് അവർ അടിമകളായി മാറുകയോ ചെയ്യും. അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുകയും തിരികെ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്യണമെന്നായിരുന്നു ലോകാരോഗ്യ സംഘടന ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. അതേസമയം ഗാസ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യത്ത് കടുത്ത വലതുപക്ഷ എതിർപ്പ് ശക്തമാകുകയും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജനപ്രീതി ഇടിയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ കൂറുമാറ്റത്തെ തുടർന്ന് നേരിയ ഭൂരിപക്ഷത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു അധികാരം നിലനിർത്തുന്നത്. വെടിനിർത്തൽ കരാറിനെതിരെ രാജ്യത്തെ വലതുപക്ഷത്തു നിന്നും കടുത്ത എതിർപ്പ് നേരിടുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹു രണ്ടാം ഘട്ട ചർച്ചയിൽ പങ്കെടുത്തത്. അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിദേശയാത്ര കൂടിയാണിത്. വെടിനിർത്തൽ പുനരാരംഭിക്കണമെന്ന സമ്മർദ്ദം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ശക്തമാകുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.